ഹലോ. ഇവിടെ ഇസ്രായേലിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഫണ്ണായിട്ടുള്ള ഒരു ആഘോഷമായിട്ട് തോന്നിയിരിക്കുന്നത് പുരീം ആഘോഷം എന്ന് പറഞ്ഞ ആഘോഷമാണ്. ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. തിരക്കെന്ന് വെച്ചാൽ അസാധ്യ തിരക്ക്. പകുതി ദൂരം മാത്രമേ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ നടക്കുകയും ചെയ്തത്. ഈ കാണുന്നത് ജെറുസലേമിലെ ജാഫ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദൃശ്യങ്ങളാണ്. എല്ലാവരും ജാഥ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മോളിൽ കൂടെ പോലീസ് റോന്തി ചുറ്റുന്നുണ്ട്. പരേഡ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരനാണ് ഏറ്റവും ആദ്യം വന്നത്. രണ്ടാമത് വന്നത് ഈ ഒരു സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന മനുഷ്യനാണ്. അയ്യോ, ഭയങ്കര കഷ്ടപ്പാടായിരുന്നെന്ന് തോന്നുന്നു. ആ മനുഷ്യൻ ഇതിങ്ങനെ നടന്നു വരാൻ നല്ലൊരു വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചെകുത്താനെ മാലാഖനെയും കൂടെ ഒരുമിച്ച് കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായി. അതുമാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഉള്ളിലോട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് അധികം കാഴ്ചകൾ കാണാൻ പറ്റില്ല. അത്യാവശ്യം ഉള്ളത് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ പൊങ്ങി നിന്ന് എന്നാ പറയുക, പല കാഴ്ചകളും നേരിട്ട് കാണാൻ പറ്റില്ല. ഞാനിങ്ങനെ ഫോണ് മുകളിൽ പൊക്കി പിടിച്ചതുകൊണ്ടാണ് പിന്നീട് വന്നിട്ടോ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ ഒരുവിധം വൃത്തിക്ക് ഞാൻ കാണുന്നത്. നേരിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം നമ്മുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രോബെറീൻ്റെ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്നെ സംഭവം ഈനാമ്പേച്ചിയാണെന്ന് തോന്നുന്നു. ഈനാമ്പേച്ചി പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലെല്ലാം സ്ട്രോബെറി ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ളത് നോക്കണോ അതോ പുറകിൽ വേറെ കാഴ്ചകളുണ്ട്. കാരണം ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നത്, അവരും ഒരുപാട് പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട്. അവരെ നോക്കണോ ഇവരെ നോക്കണോ, എങ്ങനെ നോക്കേണ്ടതെന്ന് കൺഫ്യൂഷനായിരുന്നു. കാരണം അത്രയും കളർഫുള്ളായിരുന്നു. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ തന്നെ പ്രായവ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെയാണ് ഈ ഒരു ആഘോഷം എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യുന്ന പേഷ്യൻസ് വരെയും കൂടെ ഇവിടെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നിരുന്നു.
ഏകദേശം 2.5-3 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഈ ഒരു ഷോ. ഇത് ജെല്ലി ഫിഷും മീനും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. യഹൂദരെല്ലാവരും ഈ ഒരു പുരീം ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഈ ഒരു പരേഡിൽ ഏറ്റവും വ്യത്യസ്തവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു ചിമ്പാൻസി പോലത്തെ ഈ ഒരു രൂപം. ഇത് ശരിക്കും ഉണ്ടാക്കാൻ ഇവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വാഴനാരും അതുപോലെ തന്നെ എന്തിൻ്റെയൊക്കെയോ ഉണങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയത്. പുരീം ആഘോഷമായി കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങളൊക്കെ കൈമാറിയും അതുപോലെ തന്നെ ഒന്നെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേടിപ്പെടുന്ന ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ കോമിക്കായിട്ടുള്ള ഡ്രസ്സ് ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്താണ് ഇവർ ഈ ഒരു ആഘോഷം വളരെ കളർഫുൾ ആക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഏകദേശം ഒരു 2:30 ആയപ്പോഴത്തേക്ക് ഞാൻ മടുത്തൊരു വശമായി. കാരണം ഇരിക്കാനോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു.